നിലമ്പൂരിലെ LDF തോൽവിക്ക് അൻവറും കാരണക്കാരനായെന്ന് CPIM സംസ്ഥാന കമ്മിറ്റി. LDFന്റെ വോട്ടിൽ ഒരു വിഭാഗം അൻവർ കൊണ്ടുപോയി. LDFനെ വഞ്ചിച്ച ആളാണ് അൻവർ എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ആയില്ല എന്നും സംസ്ഥാന കമ്മിറ്റിയുടെ വിലയിരുത്തൽ. അർജുൻ രാജ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. അർജുൻ, അങ്ങനെ അൻവർ ഫാക്ടർ ഉണ്ടായിരുന്നു എന്ന് CPIM അംഗീകരിക്കുകയാണ് ഒടുവിലല്ലേ? തീർച്ചയായും ഇക്കാര്യം നേരത്തെ പാർട്ടി സെക്രട്ടറി പറഞ്ഞിരുന്നു ലക്ഷ്മി. പക്ഷേ സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റി കൂടി ഇന്നലെ ചേർന്ന സംസ്ഥാന കമ്മിറ്റി കൂടി അക്കാര്യം അംഗീകരിക്കുകയാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നിലമ്പൂരിൽ അൻവർ എഫക്റ്റ് ഉണ്ടായി, അത് സ്വരാജിൻ്റെ തോൽവിയുടെ ആഘാതം കൂട്ടിയെന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തുന്നത്. സ്വരാജിൻ്റെ തോൽവിക്ക് അൻവർ സ്ഥാനാർത്ഥിയായി എന്ന ഘടകം കൂടി കാരണമായെന്ന് CPM സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തുകയാണ്. LDFന്റെ ഒരു വിഭാഗം വോട്ട് അൻവറിന് സമാഹരിക്കാനായെന്നും കമ്മിറ്റി വിലയിരുത്തുന്നു. അതായത് അൻവർ LDFിലേക്ക് വരുമ്പോൾ ഒരു 15,000-ഓളം വോട്ടുകൾ അധികം LDFന് നേടാൻ കഴിഞ്ഞിരുന്നു. അതിനുശേഷം അൻവർ LDF വിട്ടുഘട്ടത്തിൽ ആ 15,000 വോട്ടുകൾ അല്ലെങ്കിൽ അത്രത്തോളം വോട്ടുകൾ പോയി എന്ന് മാത്രമല്ല, പരമ്പരാഗതമായി LDFന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകളിൽ കുറച്ചും അൻവറിന് സമാഹരിക്കാനായി എന്നാണ് സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തുന്നത്. അത് ഈ തോൽവിയുടെ ആഘാതം കൂട്ടിയെന്ന് സംസ്ഥാന കമ്മിറ്റി പറയുന്നുണ്ട്. ഒപ്പം LDFനെ വഞ്ചിച്ച് പോയ ആളാണെന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെ നിരന്തരം നിലമ്പൂരിലെത്തി പ്രചാരണം നടത്തിയതാണ്. പക്ഷേ അക്കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ള സ്വയം വിമർശനവും സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. മണ്ഡലത്തിൽ ആര്യടൻ ഷൗക്കത്തിനെതിരായിട്ടുള്ള വികാരം ചില മേഖലകളിൽ, പ്രത്യേകിച്ച് UDFന്റെ കുത്തക സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഗുണം ലഭിച്ചത് LDFനല്ല എന്ന് സംസ്ഥാന കമ്മിറ്റി പറയുന്നു. ആ വോട്ടുകളടക്കം സമാഹരിച്ചത് PV അൻവർ ആണെന്നുള്ളതാണ് സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തിയത്. UDFന്റെ പ്രധാനപ്പെട്ട ഈ വഴിക്കാട് ഉൾപ്പെടെയുള്ള മേഖലകളിലൊക്കെ അൻവറിന് ചില ഇടങ്ങളിലൊക്കെ വോട്ട് കൂടുതൽ നേടാൻ കഴിഞ്ഞു. ലീഗിൻ്റെയൊക്കെ ഇടങ്ങളിൽ കൂടുതൽ വോട്ടുകൾ നേടാൻ കഴിഞ്ഞു. അത് ആര്യാടനെതിരായിട്ടുള്ള വിരുദ്ധ വോട്ടുകളുണ്ടായിരുന്നു. UDFന് സാധാരണ ലഭിച്ചിരുന്ന, പക്ഷേ ഈ ഘട്ടത്തിൽ UDF വിരുദ്ധ വോട്ടുകളുണ്ടായിരുന്നു. അതുൾപ്പെടെ അൻവറാണ് സമാഹരിച്ചതെന്നാണ് സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തുന്നത്. അൻവർ ഒരുപക്ഷെ സ്ഥാനാർത്ഥിയായിരുന്നില്ലെങ്കിൽ ഈ ഘടകങ്ങളൊക്കെ LDFന് അനുകൂലമാകുമായിരുന്നു. അങ്ങനെ ജയിക്കാനുള്ളൊരു സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ അൻവർ എത്തിയതോടുകൂടി അത് ഇല്ലാതായി എന്നാണ് സംസ്ഥാന കമ്മിറ്റിയും ഇന്നലെ വിലയിരുത്തിയിട്ടുള്ളത്. ലക്ഷ്മി, അർജുൻ രാജാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ തിരുവനന്തപുരത്ത്.